കക്കാട് മുഹമ്മദ് ഫൈസൽ സാഹിബ് അവർ, ബഹുമാനപ്പെട്ട ഫൈസി അവരുകളെ അൽഹംദുലില്ലാഹ് അല്ലാഹു തആല എല്ലാവിധ പ്രസിദ്ധിയും സ്ഥാനമൊക്കെ ഉണ്ടെങ്കിലും അല്ലാഹു തആല എന്നൊന്നും നിലനിർത്തട്ടെ. അവരുടെ ആ സനദും കൂട്ടുമൊക്കെ ഒരു കാമിലായ ശൈഖിൻ്റെ പാദങ്ങളിൽ അർപ്പിച്ച് അവരുടെ ചെരുപ്പെടുത്ത് തലയിൽ വെച്ച് അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ ഖിദ്മത്തിൽ ജീവിക്കലാണ് ജീവിതം എന്ന് മനസ്സിലാക്കി മുന്നേറുന്ന സൗഭാഗ്യം ലഭിച്ച ഒരു മഹത്തായ വ്യക്തിത്വമാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവർത്തനങ്ങളിലൂടെ ലോകത്തിന് ഇനിയും ധാരാളം പ്രയോജനങ്ങൾ അല്ലാഹു തആല ഉണ്ടാക്കി കൊടുക്കട്ടെ. ഈ മഹാന്മാരുടെയൊക്കെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മധ്യേ നിങ്ങൾ എന്നെ സാധാരണ കേൾക്കുന്ന ആളുകളാണ്. എനിക്കാണെങ്കിൽ ഇവരെ പോലൊന്നും മലയാളത്തിൽ ഇങ്ങനെ വിഷയം അവതരിപ്പിച്ചൊന്നും പരിചയമില്ലാത്ത ഒരാളാണ്. തസവുഫിൻ്റെ ലോകത്ത് വളരെ ചെറിയൊരു പിഞ്ചു കുട്ടിയെ പോലെയുള്ള ഒരാളാണ്. അത് പറഞ്ഞോ പഠിപ്പിച്ചോ ശീലമില്ല. ഉസ്താദന്മാരുടെ നിർബന്ധപ്രകാരം ഈ വേദിയിൽ വന്നെത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലപ്രദമായത് കേൾക്കാനും പറയാനും നമുക്കൊക്കെ തൗഫീഖ് പ്രദാനിക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് സയ്യിദ് അഹ്മദ് മുഹയ്യിദ്ദീൻ ജീലാനി അൽ മഅറൂഫ് നൂരി ഷാ ചിശ്തി ഖാദിരി റളിയല്ലാഹു അൻഹു, ഇതാണ് നമ്മുടെ ഈ പ്രമേയത്തിൻ്റെ തുടക്കവാചകം. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പരിചയപ്പെട്ടു എന്ന് മാത്രമല്ല, അവരെ ഉള്ളിലും പുറത്തും വസിപ്പിച്ച് ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഈ സദസ്സിലിരിക്കുന്നവരൊക്കെ. എങ്കിലും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ ഒന്നുകൂടി ബർക്കത്തിന് വേണ്ടി പറയുകയാണ്. ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കുടുംബപരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്ര പരമ്പരയിലൂടെ ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിൻ്റെ 21ാമത്തെ പൗത്രനാണ്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിൻ്റെ സന്താന പരമ്പരകളിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ജബ്ബാർ റളിയല്ലാഹു അൻഹു മുഖേന അവരുടെ സന്താന പരമ്പരയിലൂടെ നമ്മുടെ ഇന്ത്യയിലെ UP പോലത്തെ പ്രദേശങ്ങളിൽ വന്നെത്തിയ ഉന്നതന്മാരായ മഹാന്മാർ ഔലിയാക്കൾ അവരുടെ പരമ്പരയിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന ജനിച്ചത്. UPയിലുള്ള ഉത്തർപ്രദേശിലുള്ള ഖൈറാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വിഖ്യാതരായ അറിയപ്പെട്ട ഹദ്റത്ത് മുഹമ്മദ് അലി ഷാ ഖൈറാബാദി എന്ന മഹാനവറുകൾ അവരുടെ സിൽസില ഹൈദരാബാദിലും ഇന്ത്യയുടെ പല രാജ്യങ്ങളിലുമുണ്ട്. അവരുടെ ഒരു സഹോദര പരമ്പരയിലൂടെയാണ് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ജനനം. ആ പരമ്പരയിൽ തന്നെ ബഹുമാനപ്പെട്ട വാഖിർ ഹുസൈൻ ഖൈറാബാദി എന്ന് പറയുന്ന അറിയപ്പെട്ട മഹാൻ അന്ന് കർണാടകയിലെ നവാബ് വാലാജായുടെ അവരുടെ ഇൽമിയായ ഔന്നിത്യത്തിൻ്റെ പേരിൽ വിലായത്തിൻ്റെ പേരിൽ സ്വന്തം മകളെ കല്യാണം കഴിച്ചു കൊടുക്കുകയും ശേഷം അവിടുത്തെ ഫിനാൻസ് മന്ത്രിയായി നിശ്ചയിക്കുകയൊക്കെ ചെയ്ത
ഷെയ്ഖുൽ ഇസ്ലാം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബാഖർ ഹുസൈൻ ഹൈദരാബാദി റഹ്മത്തുള്ളാഹിയുടെ നാലാമത്തെ അഞ്ചാമത്തെ പൗത്രരായിട്ടാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹൈദരാബാദിൽ പൂജാതരായത്. ചരിത്രങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒന്നാണ്. ഇങ്ങനെ പരമ്പരയിൽ ഉന്നതമായ സാദാത്ത് പരമ്പരയിൽ ഗൗസുൽ ആലമിൻ്റെ പൗത്രരായി ജനിച്ച ഒരു മഹാനാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ഔന്നിത്യവും ആ പദവിയും ഒക്കെ ഉണ്ടായിരിക്കെ തന്നെ സ്വന്തം കുടുംബത്തിന് സിൽസിലയും തെരീഖത്തും ഒക്കെ ഉള്ളതിനോടൊപ്പം ബഹുമാനപ്പെട്ടവര് അവരുടെ ആ ആത്മീയ ദാഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈദരാബാദിലെ അറിയപ്പെട്ട രണ്ടാമത്തെ ഇബ്നു അറബി റളിയല്ലാഹു അൻഹു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട ഗൗസി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുമായി ഈ ചിശ്തി ഖാദിരി തരീഖത്തിലും അതിനോടനുബന്ധമായ തരീഖത്തിലും ബൈഅത്ത് ചെയ്ത് അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയാണ് ചെയ്തത്. ആയിരത്തി 1915 ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ജനനം. 1990 ബഹുമാനപ്പെട്ട ഒരു വിസാലായത്. ഇംഗ്ലീഷ് കണക്കനുസരിച്ച് 75 വയസ്സ്, അറബി കണക്കനുസരിച്ച് 78 വയസ്സ്. ഈ ഭൗതിക ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നിലനിർത്തുകയുണ്ട്. അവര് പ്രാഥമിക പഠനങ്ങളൊക്കെ സ്വന്തം വാപ്പയിൽ നിന്നും ശേഷം ഹൈദരാബാദിലെ അറിയപ്പെട്ട ഫഖീഹുകളും മുഫസ്സിറുകളും മുഹദ്ദിസുകളും ഒക്കെയായ മഹാന്മാരിൽ നിന്ന് പഠിച്ചെടുക്കുകയും ബാഹിരിയായ ദീനിൻ്റെ അറിവുകളൊക്കെ നന്നായി മനസ്സിലാക്കി ഏകദേശം 18 വയസ്സ് പ്രായമായപ്പോഴാണ് ബഹുമാനപ്പെട്ട ശൈഖുന കൻസുൽ ഇർഫാൻ ഗൗസി ഷാ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സദസ്സിൽ അവരുടെ പിതാവ് കൊണ്ടുപോകുന്നതും ബൈഅത്ത് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഏകദേശം 20 കൊല്ലം പിന്നെ വീട്, കുടുംബം, കച്ചവടം, ഉത്തരവാദിത്വം എന്നുള്ളതൊക്കെ 2ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും പോയി ഷെയ്ഖ് അവരുടെ സഹവാസം എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഷെയ്ഖുന പറയായിരുന്നു, ഞാൻ എൻ്റെ ഷെയ്ഖിൻ്റെ 20 കൊല്ലം അവിടുത്തെ വീടിൻ്റെ ജാറൂബ് കശിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ വീട്ടിൻ്റെ തൂപ്പുകാരനായി ഞാൻ അവിടെ നിലകൊണ്ടിട്ടുണ്ട്. ഇങ്ങനെ നിരന്തരം വിടവില്ലാതെ 20 വർഷം ഷെയ്ഖ് അവറുകളോട് സഹവസിച്ചു. ഗൗസുൽ ആലമിൻ്റെ പൗത്രനാണ്, എല്ലാവിധ ഔന്നിത്യങ്ങളുമുള്ള ആളാണ്. എന്നിരിക്കെ അതൊക്കെ മാറ്റിവെച്ച് ആ ഷെയ്ഖ് അവറുകൾക്ക് മുന്നിൽ തന്നെ ഒന്നുമല്ലാതെയാക്കി ജീവിച്ച് അവരിൽ നിന്ന് ദീനിൻ്റെ സർവവിധ എന്നാൽ ഈ കാര്യങ്ങൾ നേടിയെടുത്ത നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി മറ്റുള്ള സാധാരണ ആളുകളിൽ നിന്നൊക്കെ തീർത്തും വിഭിന്നമായി അല്ലാഹു തആല അവർക്ക് നൽകിയ ഈ ഉന്നതമായ ഗുണങ്ങൾ വേണമെങ്കിൽ അവരുടെ സ്വയത്തിൽ പ്രവർത്തിച്ച് അങ്ങനെ അവർക്ക് ജീവിച്ചു പോകാമായിരുന്നു. അങ്ങനെ ഒരു ചിന്തയിൽ നിന്ന് മാറിക്കൊണ്ട് തനിക്ക് ലഭിച്ച ഈ നിഅമത്ത് ഇത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വ്യാപിപ്പിക്കണം, ഓരോ സഹോദരനും ഇത് എത്തണം
എല്ലാവരും അള്ളാഹുവിനെ അറിയുന്നവരും അവന്റെ സ്വന്തക്കാരും അവന്റെ സാമീപ്യത്തിന് അർഹരും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ എളിയ ഗുലാമീങ്ങളായി ജീവിക്കുന്നവരുമായി മാറണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ശൈഖുന പിന്നെ അവിടുത്തെ ബാക്കിയുള്ള മുഴുവൻ ജീവിതവും ഈ കാര്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കാനുള്ള പരിശ്രമത്തിൽ മാത്രം ജീവിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ്. അതിനു മധ്യയാണ് നമ്മുടെ നാട്ടിലും കേരളത്തിലെ 1951 സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ക്ഷണപ്രകാരം ബഹുമാനപ്പെട്ട വി കുട്ടി ഹസൻ ഹാജി മുഖേന ശൈഖുന ആദ്യമായി കേരളത്തിലെത്തുന്നത്. ബഹുമാനപ്പെട്ടവരുടെ ആ പുണ്യ ആഗമനത്തിന്റെ ആ പാദസ്പർശനത്തിന്റെ 75 വർഷം പൂർത്തിയായ സന്തോഷത്തിൽ നടക്കുന്ന ഈ സന്തോഷ ആഘോഷം ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്നതിന്റെ ഭാഗമായതിന്റെ പേരിൽ നമ്മളത് ആ കാലയളവ് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. 1951 ബഹുമാനപ്പെട്ട ശൈഖുന ഇവിടെ എത്തുകയും ഇവിടുത്തെ ഉന്നതരായ സാദാത്യങ്ങളും ഉലമാക്കളും എല്ലാവരും സാധാരണക്കാരും ഒന്നടങ്കം അവരെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് മഹാനവറുകളെ ഈ കേരളക്കാരായ ആളുകളായ നമുക്ക് ലഭിച്ചത്. നമ്മൾ ആദ്യമായി അതിന് നന്ദി പറയേണ്ടത് ഒന്ന് ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ഹാജി മഹാനവറുകൾക്കും അതോടൊപ്പം അവരെ ക്ഷണിച്ചു വരുത്തിയ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ആ സംഘടനക്കും അതിൻ്റെ ഉന്നതരായ ഉലമാക്കൾക്കുമാണ്. അവരുള്ള കടപ്പാട് നമ്മൾക്ക് ഒരു കാലത്തും മറക്കാനോ അതിനെ വിസ്മരിക്കാനോ കഴിയുകയില്ല. അങ്ങനെ അവരുടെ ആ പ്രവർത്തനം കേരളത്തിലെന്നല്ല, എപ്രകാരം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ദൗത്യം ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ എത്തിക്കണമെന്നുള്ള ശൈഖുനായുടെ അതിയായ ആഗ്രഹം, ഈ ഇൽമും ഈ യാഥാർത്ഥ്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ശൈഖുന അക്കാലത്ത് തന്നെ സ്വന്തമായി യാത്ര ചെയ്തും മറ്റും കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൂടാതെ അവിടുത്തെ ഖുലഫാക്കളെ ശിഷ്യന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ലോകത്തെ ഏകദേശം 40ഓളം രാഷ്ട്രങ്ങളിൽ ഈ പരിശുദ്ധ തരീഖത്തിന്റെ തസവ്വുഫിന്റെ ദീനിന്റെ യഥാർത്ഥ പഠനം അത് എത്തിക്കാൻ വേണ്ട ആസൂത്രണങ്ങൾ ശൈഖുന ചെയ്തിട്ടുണ്ട്. 40ഓളം രാഷ്ട്രങ്ങളിൽ ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ഹാജി മുഖേന, ബഹുമാനപ്പെട്ട മദ്രാസുള്ള ഫാറൂഖ് മൗലാന മുഖേന ലോകത്തിന്റെ 40ഓളം രാഷ്ട്രങ്ങളിൽ ഹൽക്കകളും താലീമുകളും മുരീദന്മാരെയും എത്തരത്തില് അമേരിക്കയിലെ അക്കാലത്തുണ്ടായിരുന്ന ലോക ഹെവി വെയിറ്റ് ചാമ്പ്യൻ എന്നൊക്കെ അറിയപ്പെടുന്ന മുഹമ്മദ് അലി ക്ലേവെ ഇസ്ലാമിലേക്കും ഈ ആത്മീയ ലോകത്തേക്കും ക്ഷണിക്കാനും അതിന്റെ അംഗമാക്കി മാറ്റാനും ഒക്കെയുള്ള സൗഭാഗ്യം ആ മഹാന്മാർക്ക് ലഭിക്കുകയുണ്ടായി. ഇങ്ങനെ ഒന്നല്ല അനേകായിരം ആളുകള് സിൽസിലയുമായി ബന്ധപ്പെടാൻ അത് കാരണമായി. ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ 1951 മുതൽ ഏകദേശം 1990 വരെ എന്ന് പറയുമ്പോൾ 40ഓളം വർഷം നിരന്തരമായി സാധുക്കളായ മലയാളികളായ നമുക്ക് സാഹചര്യവും കാലാവസ്ഥയും ഒക്കെ പ്രതികൂലമായിരിക്കെ അതൊക്കെ സഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നമ്മിലേക്ക് എത്തുകയും ആ ഉന്നതമായ ഗുണങ്ങൾ നമ്മൾക്ക് കൈമാറുന്നതിന് അങ്ങേയറ്റം പരിശ്രമിക്കുകയും മുന്നേറുകയും ചെയ്ത വ്യക്തിത്വമാണ്. ഇന്ന് അവരിലൂടെയാണ് നമ്മൾ ഒരു ശരിയായ മുസ്ലിമാണ് എന്ന് പോലും നമുക്ക് തോന്നുന്ന വിധത്തിലുള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചതെങ്കിൽ അത് ബഹുമാനപ്പെട്ടവരുടെ അധ്വാനത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായ നിലക്ക് ബഹുമാനപ്പെട്ടവരുടെ ദർജാത്തുകളെ ഉയർത്തിക്കൊടുക്കട്ടെ. കേരളത്തിലെ ബഹുമാനപ്പെട്ടവരുടെ നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ പ്രഭാഷകൻ നിന്നൊക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെ
നൂതനമായ, മുമ്പ് പരിചയമില്ലാത്ത, ലോകത്ത് തെരീഖത്തിനെ കുറിച്ച് പഠിച്ച പലർക്കും കേട്ടുകേൾവിയില്ലാത്ത പുതിയ പല പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ട് പല നിലക്കും ഈ കാര്യം ജനങ്ങളിലേക്ക് എത്താൻ വളരെ കഠിനമായ പരിശ്രമം ചെയ്ത ഒരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ്. അതിന് ഉദാഹരണം കേരളത്തിലെന്നല്ല, ലോകത്തിന്റെ എവിടെയും നമുക്ക് കാണാൻ കഴിയും. തരീഖത്ത്, അതിന്റെ മശായിഖന്മാർ, അത് ലോകത്തും ഇവിടെയൊക്കെ നേരത്തെ ഉള്ളവർ തന്നെയാണ്. സുന്നത്ത് ജമാഅത്ത് ഏതൊരു സ്ഥലത്തുണ്ടോ, ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ഏതൊരു രാജ്യത്ത് ജീവിക്കുന്നോ, അതിൻ്റെ ഒക്കെ പിന്നിലുള്ള കാരണക്കാര് അവരുടെ മുമ്പ് വന്നതായ ഔലിയാക്കളും തരീഖത്തിന്റെ മശായിഖന്മാരുമാണ്. അങ്ങനെ അവരുടെ ആ സഹവാസ സൗഭാഗ്യം ലഭിച്ച പ്രദേശങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ വക്താക്കളായി മാറിയിട്ടുള്ളതും ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ജനക്കൂട്ടത്തെ വാർത്തെടുത്തിട്ടുള്ളതും. അത് യാഥാർത്ഥ്യമാണ്, അതിനെ ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കില്ല. നമ്മുടെ നാട്ടിലും ഈ സുന്നത്ത് ജമാഅത്തും അതുപോലെ തന്നെ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് ഇവിടെ നിലനിന്നിരുന്നെങ്കിൽ ഇവിടെ നേരത്തെ തന്നെ അള്ളാഹുവിന്റെ ഔലിയാക്കളായ തരീഖത്തിന്റെ മശായിഖന്മാരും അവരുടെ പ്രവർത്തനങ്ങൾ നിലനിന്ന ഒരു സ്ഥലമാണ്. അതിൽ യാതൊരു സംശയവുമില്ല, അതിനൊരാൾക്ക് നിഷേധിക്കാനും കഴിയില്ല. എന്നാൽ ഈ നൂറ്റാണ്ട്, ഈ കാലഘട്ടത്തിൽ അതൊക്കെ അത്ര അനിവാര്യമല്ല, അതൊക്കെ മങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സാധുക്കളായ മലയാളികളായ നമ്മുടെ മേൽ അല്ലാഹു തആല കാരുണ്യം ചെയ്തുകൊണ്ട് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിനെ നേരത്തെ തന്നെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും അവരെ പാടി പറയുകയും ചെയ്തിരുന്ന നമ്മളെ അല്ലാഹു തആല സംരക്ഷിച്ചുകൊണ്ട് അതേ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ 21ാം പൗത്രരായ നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ കേരളക്കാരായ നമുക്ക് സമ്മാനിക്കുകയാണ് ചെയ്തത്. അൽഹംദുലില്ലാഹ്, ആ ഗൗസുൽ ആദം റളിയല്ലാഹുവിന്റെ തിരുനോട്ടം, നൂറുൽ മശായിഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആ പരിശ്രമം ഇന്ന് തരീഖത്ത് എന്താണ്, തരീഖത്തിലൂടെ മുന്നേറുന്ന ആൾക്ക് ലഭിക്കുന്ന ശരീഅത്ത് എന്താണ്, ആ ശരീഅത്തിനെ കുറിച്ച് തന്നെ അതിന്റെ അർത്ഥവ്യാപ്തിയോടുകൂടി മനസ്സിലാക്കാനുള്ള ഒരു സൗഭാഗ്യം സാധുക്കളായ നമുക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്തു. അതല്ല എന്നുണ്ടെങ്കിൽ തരീഖത്ത് പോയിട്ട് ശരീഅത്ത് തന്നെ എന്താണ്, ഈ ശരീഅത്ത്, ആ ശരീഅത്തിന്റെ കൽപ്പനകൾ ഏത്, അതിന്റെ വിശാലതയും വ്യാപ്തിയും എത്രമാത്രമാണ്, അത് എന്തിലൂടെയാണ് ഒരാൾ തന്റെ ഉള്ളിൽ പ്രാവർത്തികമാക്കുക എന്നുപോലും അറിയാത്ത ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ എത്തുമായി. നമുക്ക് ദീന്, ഇസ്ലാം, ശരീഅത്ത് എന്തൊക്കെ നമ്മൾ പറയുന്നു അതൊക്കെ ഒരു അർത്ഥവത്തായ നിലക്ക് മനസ്സിലാക്കാൻ സൗഭാഗ്യമുണ്ടായത് അള്ളാഹുവിന്റെ ഈ വലിയന്റെ നോട്ടത്തിലൂടെയും അവരുടെ ഫൈദിലൂടെയും മാത്രമാണ് എന്ന് ഒരാൾക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം മനസ്സിലാക്കി മുന്നേറാൻ നമുക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനികളെ, ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെ പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി എണ്ണി പറയാനുള്ള സമയം നമുക്കില്ല, അത്രയൊന്നും എനിക്ക് അറിയുകയുമില്ല. എങ്കിലും അവര് ചെയ്ത ഏറ്റവും ഉന്നതമായ പ്രവർത്തനം, അവര് വ്യക്തിത്വങ്ങളെ കടഞ്ഞെടുത്ത് ഏവർക്കും മാതൃകയാകാൻ പറ്റിയതായ ഉന്നതന്മാരായ ഒരാളെയല്ല, രണ്ടാളെയല്ല, 10 ആളെയല്ല, നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളെ കേരളക്കാർക്ക് സമർപ്പിച്ച ഉന്നതരായ ഉദാഹരണമില്ലാത്തൊരു വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ബഹുമാനപ്പെട്ടവരോട് ബന്ധപ്പെടുന്ന സമയത്ത് ദീനിന്റെ കാര്യത്തിൽ വട്ടപൂജ്യമായിരുന്ന ആളുകൾ, ഈ ആളുകളെ കൈപിടിച്ചുകൊണ്ട് അവരെ പടിപടിയായി അള്ളാഹുവിനോടുള്ള ബന്ധവും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹവും യോഗ്യത അനുസരിച്ച് അവർക്ക് പകർത്തിക്കൊടുത്ത് അവരുടെ ഹാലും ശുഗലും നോക്കിക്കൊണ്ട് അവരെ അള്ളാഹുവിന്റെ സാമീപ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ അവർക്ക് തുറന്നുകൊടുത്ത് തലമുറകൾക്ക് മാതൃകയാക്കാൻ പറ്റിയതായ ഉന്നത വ്യക്തിത്വങ്ങളാക്കി ബഹുമാനപ്പെട്ടവർ മാറ്റുകയുണ്ട്. അത് ബഹുമാനപ്പെട്ടവർ ചെയ്ത അവരുടെ ഏറ്റവും ഉന്നതമായ ഒരു പ്രവർത്തനമാണ്. നമ്മിൽ നിന്ന് മറഞ്ഞുപോയ ഉന്നതന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളായ മശായിഖന്മാർ, ബഹുമാനപ്പെട്ട ഈ കേരളത്തിന് തരീഖത്തിന്റെ പഠനം മികച്ച നിലയിൽ നേടാൻ ശൈഖുന തന്നെ നിയോഗിച്ച മദ്രാസുകാരനായ നമുക്കൊക്കെ സുപരിചിതരായ ബഹുമാനപ്പെട്ട സുഹൂരി ഷാനൂരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹം നേരത്തെ ഒരു ഉയർന്ന പണ്ഡിതനോ ചിന്തകനോ അല്ലെങ്കിൽ ആലിമോ ഒന്നുമെന്ന് പറയാൻ പറ്റില്ല. അവരെ കൈപിടിച്ച് ഘട്ടം ഘട്ടമായി അവരെ ഉയർത്തി ആയിരങ്ങളെ ഈ വഴിയിലേക്ക് നയിക്കുന്ന മാതൃകാ പുരുഷനാക്കി മാറ്റിയത് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖിന്റെ ഒരു നോട്ടവും അവരുടെ തവജ്ജുഹും അവരുടെ അധ്വാനവും മാത്രമാണ്. ഇങ്ങനെ ഒരു വ്യക്തിത്വമല്ല കേരളത്തിൽ നമ്മിൽ നിന്ന് മറഞ്ഞുപോയ ഉന്നതന്മാരായ ഖുലഫാക്കൾ. ബഹുമാനപ്പെട്ട ഹൈദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട ഹദറത്ത് ജമാലുല്ലാ ഷാ നൂരി റഹ്മത്തുള്ളാഹി അലൈഹി നവ്വറല്ലാഹു മർഖദഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീലുല്ലാ ഷാ നൂരി നവ്വറല്ലാഹു മർഖദഹു തുടങ്ങി ഉന്നതരായ മഹാന്മാര് ഏരത്ത് ഓരോരുത്തരും പറയാൻ എനിക്ക് ഓർമ്മ വരുന്നില്ല. ഈ ഖുലഫാക്കളായ ഉന്നതന്മാരായ മഹാന്മാർ, ബഹുമാനപ്പെട്ട കുട്ടി ഹസൻ ഹാജി, ബഹുമാനപ്പെട്ട നദീരി ഷാനൂരി നവ്വറല്ലാഹു മർഖദഹു, ഇങ്ങനെ ഇതിലപ്പുറം എത്രയോ ഉന്നതരായ മഹൽ വ്യക്തിത്വങ്ങൾ. അതിൽ ആലിമീങ്ങളുമുണ്ട്, സാദാത്യങ്ങളുണ്ട്, സാധാരണക്കാരായ ആളുകളുമുണ്ട്. ഉന്നതരായ ബിരുദം നേടിയ ആലിമീങ്ങൾക്ക് വരെ തർബിയത്ത് ചെയ്യുന്ന മഹാന്മാരാക്കി ബഹുമാനപ്പെട്ടവർ മാറ്റുകയുണ്ട്. അതിലൊക്കെ അപ്പുറമായിക്കൊണ്ട് കേരളക്കാരായ ആളുകൾക്ക് ചലനമുണ്ടാക്കാൻ, ഈ വസ്തുതയുടെ നിലനിർത്താൻ ബഹുമാനപ്പെട്ട ശൈഖുന നൂറുൽ മശായിഖ് നൂരി ഷാ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ മൂത്ത പുത്രൻ ബഹുമാനപ്പെട്ട ഹദറത്ത് സയ്യിദ് മുഹമ്മദ് ആരിഫുദ്ദീൻ ജീലാനി അൽ മഅറൂഫ നൂറുല്ലാ ഷാ നൂരി ഖുതുബുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഒരു സ്ഥാപനത്തിലോ ഒരു കോളേജിലോ ഒരു ബിരുദം നേടിയോ എവിടെയും പറഞ്ഞയച്ചില്ല. സ്വന്തം ശിക്ഷണത്തിൽ ചെറുപ്പം മുതൽ 56 കൊല്ലം ശിക്ഷണത്തിൽ വളർത്തി തന്നെ പോലെ ഉള്ളും പുറവും അവർക്ക് പകർന്നു കൊടുത്തു. രണ്ടാമതൊരു നൂരിഷ എന്നുള്ള നിലക്ക് ബഹുമാനപ്പെട്ടവരെ ശൈഖുന മാറ്റിയെടുത്തു. കേരളക്കാരായ നമുക്ക് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ടവരെ ശൈഖുന പറഞ്ഞയച്ചു. അവരിലൂടെയും നൂറുൽ മശായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിലൂടെ ഇങ്ങനെ ഉന്നതരായ ഈ ഖുലഫാക്കൾ എന്നല്ല, ഈ ഇരിക്കുന്ന സദസ്സിലും നമ്മളെ പിതാമഹന്മാരും നമ്മളെ മുൻഗാമികളുമായ ആയിരങ്ങളെ പതിനായിരങ്ങളെ ദീനിന്റെ ഏറ്റവും ഉന്നതമായ ഉദാഹരണം പറയാൻ പറ്റിയതായ മാതൃകാപരമായി ജീവിതം നയിക്കുന്ന മഹാന്മാരാക്കി ബഹുമാനപ്പെട്ടവർ മാറ്റുകയുണ്ട്. ഇത് അവിടുത്തെ ഏറ്റവും ഉന്നതമായ പ്രവർത്തനമാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ ചലനം സൃഷ്ടിക്കുന്നത് ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ്. അങ്ങനത്തെ ഒരു വ്യക്തി ഉണ്ടായാൽ അവരിലൂടെ നമ്മൾ ഇന്ന് എണ്ണിപ്പറയുന്ന സ്ഥാപനങ്ങളാകട്ടെ കോളേജുകളാകട്ടെ ഇതൊക്കെ ഒരാളിലൂടെ 100 കണക്കിന് ഉണ്ടാകാൻ മതിയായ ഒന്നാണ്. അതിനൊക്കെ പ്രാപ്തരായ ഉന്നതരായ ഔലിയാക്കളെയാണ് ബഹുമാനപ്പെട്ട ഒരു വാക്ക്. നമ്മളൊക്കെ സദസ്സിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹദറത്ത് നിസാമി ഷാ നൂരി മഹാനവറുകൾ ഞാൻ മനസ്സിലാക്കുന്നു ഏകദേശം 40ഓളം കൊല്ലം ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖിനെ നേരിട്ട് കാണാനും അവരോട് സഹവസിക്കാനും അവരുടെ തർബിയത്തിൽ വളരാനും ബഹുമാനപ്പെട്ട ഭാഗ്യം ലഭിച്ചു.
ഇല്ലേ? ബഹുമാനപ്പെട്ട അലവി മുസ്ലിയാർ മഹാനവറുകൾ നമ്മളവരൊക്കെ കേട്ടിട്ടുണ്ട്. 1990 വരെ 72 മുമ്പ് തന്നെയുള്ള ആ ബന്ധം നമ്മൾ കണക്ക് കൂട്ടിയാൽ 25, 30, 35 വർഷം ബഹുമാനപ്പെട്ട ശൈഖുനായുടെ തർബീയത്തിൽ അവര് കടഞ്ഞെടുത്ത് വളർത്തിയതായ മഹാന്മാരാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഖുലഫാക്കളൊക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മൂസ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഹുസൈൻ മുസ്ലിയാർ, ഇങ്ങനെ തുടങ്ങി ഈ മഹാന്മാരെ മുഴുവനും ലോകത്തിന് മാതൃകയാക്കാൻ പറ്റിയ ദീനിന്റെ ഉന്നതമായ ഉദാഹരണങ്ങളാക്കി നമുക്ക് നൽകിയത് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ്. കേരളത്തിന് ബഹുമാനപ്പെട്ടത് സമ്മാനിച്ച സമ്മാനങ്ങളാണിത്. ഇത് ഒരു കാലത്തും അസ്തമിക്കാതെ എന്നെന്നും നിലനിൽക്കുന്ന നക്ഷത്രങ്ങളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഫضل കൊണ്ട് നൂറുൽ മശായിഖിലൂടെ നമുക്കൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. ബഹുമാനികളെ, ഇവര് നമ്മളെപ്പോലെ തന്നെ സാധാരണക്കാരായി നമുക്ക് കാണപ്പെടുന്നെങ്കിലും മഹാന്മാരായ സഹാബത്തിനെ കുറിച്ച് എപ്രകാരം പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ. പുൽപ്പായയില് പണ്ട് നമ്മളെ പള്ളികളിലൊക്കെ വിരിച്ചിരുന്ന ആ പായല് ആവർത്തിച്ച് സുജൂദ് ചെയ്തതിന്റെ പേരില് നെറ്റിയിൽ വരുന്ന കറുത്ത അടയാളത്തിനല്ല സംഭവത്തില് സീമാവും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ് പറയും. ലോകത്തുള്ള ഒരു വസ്തുവിന് മുമ്പിലും കുനിയാൻ അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം കുനിയുന്നു. സർവത്തിൽ നിന്നും ഐശ്വര്യരായി അള്ളാഹുവിന്റെ മുന്നിൽ മാത്രം കാര്യങ്ങൾ പറയുന്ന, അവനക്ക് മാത്രം വിധേയമായി ജീവിക്കുന്ന, ഐശ്വര്യമായ ജീവിതം നയിക്കുന്ന, അതവരുടെ മുഖം നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. അവര് ജീവിതത്തിൽ എത്ര ഐശ്വര്യരാണോ അതുപോലെ മരണത്തിലും അതിലപ്പുറമുള്ള ഐശ്വര്യത കൈവരിച്ചാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് ഈ സന്തതികളെ വളർത്തിയെടുത്തത്. ജീവിതത്തിൽ ഐശ്വര്യരായിട്ട് പലരെയും ഒരു പക്ഷെ കാണാൻ കഴിഞ്ഞേക്കാം. ജീവിതത്തിനപ്പുറം മരണം എന്ന് പറയുമ്പോഴും അതിലും അതേ അനുഭൂതിയും ഐശ്വര്യവും നേടിയെടുത്തവരാണ്. ആരോഗ്യത്തിലുള്ള ഐശ്വര്യത, മാനസികമായ അവസ്ഥ, രോഗമാണെങ്കിലും അതിലൊരു മാറ്റമില്ലാതെ അതേ ഐശ്വര്യത, അതിനേക്കാൾ അപ്പുറമുള്ള ഐശ്വര്യത, അത് ജീവിതത്തിൽ പകർത്തുകയും അത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന ദീനിന്റെ അകക്കാമ്പുകൾ ഉൾക്കൊണ്ട ഇങ്ങനത്തെ ആയിരങ്ങളെയാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത് അവര് നേടിയെടുത്ത, അല്ലാഹു തആല അവർക്ക് നൽകിയ ആ ബസാറത്തും ആ ബസീറത്തും, അവരുടെ ആ ഉന്നതമായ തവജ്ജുഹും, ആ തവജ്ജുഹിലൂടെ അവർ ഒരാളിലേക്ക് നോക്കുകയാണെങ്കിൽ, ഒരാളെ ഉപദേശിക്കുകയാണെങ്കിൽ, അത് അവരുടെ ചെവിയിലല്ല, അവരുടെ ബുദ്ധിയിലല്ല, അതിലൊക്കെ അപ്പുറം അവരുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി അവരുടെ ആത്മാവിന്റെ ഭാഗമായി ആ ശൈഖുനായുടെ കൽപ്പനകൾക്ക് അക്ഷരം പ്രതി അനുസരിച്ച് ജീവിക്കുന്ന ഒരു ചുറ്റുപാട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിന്റെ പേരിലാണ് ഈ മഹാന്മാരോട് സഹവസിക്കുമ്പോൾ നമ്മളിലും നമ്മുടെ ഹൃദയത്തിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് കേരളത്തിലെ ഏറ്റവും പ്രഥമ ദീനി കലാലയമായ, ബിരുദദാന കലാലയമായ പട്ടിക്കാട് ജാമിയ നൂരിയ, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു. ആ ജാമിയക്ക് സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം അത് സംഭാവന ചെയ്ത ബഹുമാനപ്പെട്ട കറാച്ചി ബാപ്പു ഹാജി, ബഹുമാനപ്പെട്ടവർ. ഈ കറാച്ചി ബാപ്പു ഹാജി നേരത്തെ ഇവിടെ ഉള്ള ഒരാളാണ്. ഉലമാക്കളോടും മഹാന്മാരുമായൊക്കെ ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ സമ്പത്തുമൊക്കെ നേരത്തെ തന്നെ ഉള്ളതുമാണ്. എന്നിരിക്കെ ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ഒരു നോട്ടം പതിഞ്ഞു. അവരുടെ ചുണ്ടിലൂടെ ലഭിച്ച ഇർശാദാത്ത് ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ, എനിക്ക് ഇനി സമ്പത്തൊന്നും വേണ്ട, ഇത് തങ്ങൾ എടുത്തുകൊള്ളുക, തങ്ങളെ ഇഷ്ടത്തിന് അത് ഉപയോഗിക്കുക,
എനിക്ക് മരണസമയത്ത് തങ്ങളൊന്ന് ഹാജരായാൽ മതി എന്ന് പറയത്തക്ക നിലയിലേക്കുള്ള വിപ്ലവം മാറ്റം ആ നോട്ടത്തിലും ആ സംസാരത്തിലും ഉണ്ടായത് എങ്ങനെയാണ്? ഇങ്ങനത്തെ ഒരു ബാപ്പു ഹാജിയല്ല, നൂറുകണക്കിന് ബാപ്പു ഹാജികളെ ഈ കേരളത്തിൽ ബഹുമാനപ്പെട്ട നൂരിശാ തങ്ങൾ പുറത്തുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കൊരു ബാപ്പു ഹാജിയെ പരിചയമുള്ളൂ. ഇങ്ങനെ ഒരു ബാപ്പു ഹാജിയല്ല. അവരുടെ പ്രവർത്തനം വ്യക്തമായി കാണപ്പെട്ടതിനാൽ നമ്മൾ ചർച്ച ചെയ്യുന്നു. ആ നൂറുൽ മശായിഖിന്റെ ആഗമനവും അവിടുത്തെ നോട്ടവും അള്ളാഹുവിന്റെ ഔലിയാക്കളായ മഹാന്മാര് ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള മുസ്ലിമീങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നമേതോ അതുവരെ മുന്നിൽ വന്നാൽ അത് പരിഹരിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നൂറുൽ മശായിഖിന് മുമ്പിൽ ശ്രദ്ധയിൽ അങ്ങനത്തെ ഒരു കാര്യം വന്നപ്പോൾ, ഇവിടെ ഇന്നത് ആവശ്യമാണ് എന്നുള്ള വസ്തുത തെളിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധ ബാപ്പു ഹാജിയിലേക്ക് പതിഞ്ഞു. അതിലൂടെ ജാമിഅ നൂരിയ നമ്മൾ കാണുന്നു. അവരുടെ ഉപദേശവും നിർദ്ദേശവും ശ്രദ്ധയും ഈ കേരളത്തിന്റെ എവിടെയൊക്കെ പതിഞ്ഞോ അവരിലൊക്കെ ഇതുപോലെ മാറ്റമുണ്ടായി, വിപ്ലവമുണ്ടായി. ഇതുവരെ ഒരു സ്ഥാപനവും ഇല്ലാതിരുന്ന ഈ കേരളത്തിൽ ഇന്ന് നൂറുകണക്കിന് സ്ഥാപനങ്ങളും അതിനെ നിർമ്മിക്കാൻ കാരണക്കാരായ ആളുകളും ഉണ്ടായെങ്കിൽ അങ്ങനത്തെ ഈമാനുള്ള ഒരു വ്യക്തിത്വത്തിന്റെ നോട്ടവും അവരുടെ ദ്വായും അവരുടെ പരിശ്രമം മൂലമാണ് ബാക്കിയുള്ള സർവ്വതും ഉണ്ടായത് എന്ന് നമുക്ക് പറയാം. ബഹുമാനികളെ, ഈ നിലക്ക് നമ്മളെ കേരളത്തിന് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണ്ടാക്കി തന്ന ആ പ്രവർത്തനങ്ങൾ ലോകത്തുള്ള മശായിഖന്മാര് ഔലിയാക്കൾ അവരുടെ പ്രവർത്തന രീതി പ്രകാരം നമ്മൾ ശ്രമിച്ചതുപോലെ പലതും വിഭിന്നമാണ്. പക്ഷെ എല്ലാവരുടെ ലക്ഷ്യവും പ്രവർത്തനത്തിന്റെ അന്ത്യവും ഒന്നാണ്. അതിൽ യാതൊരു മാറ്റവും. ബഹുമാനപ്പെട്ട ശൈഖുന ബഹുമാനപ്പെട്ടവരുടെ പ്രവർത്തന രീതി നമ്മൾ കണ്ടിട്ടുള്ളത് ചുരുക്കത്തിൽ അത് നമ്മളൊന്ന് അയവിറക്കുന്നത് നല്ലതാണ്. ഏതൊരാള് ശൈഖുനായുടെ കരം പിടിക്കാൻ അവർക്ക് ശൈഖ് ആരാണ്, തരീഖത്ത് എന്താണെന്നും നേരത്തെ ഒരു പക്ഷെ അറിഞ്ഞോളണമെന്ന് കഴിഞ്ഞ അവരുടെ ജീവിതകാലത്തുണ്ടായ തെറ്റുകുറ്റങ്ങൾ ആത്മാർത്ഥമായി അവരെ തൗബ ചെയ്യിപ്പിക്കുകയാണ് ശൈഖുന ആദ്യമായി ചെയ്യാറ്. അങ്ങനെ തൗബ ചെയ്യിപ്പിച്ചുകൊണ്ടാണ് അവരെ തന്റെ സിൽസിലയിൽ അംഗമാക്കുന്നത്. ആ അംഗമാക്കുന്ന ഉടനെ തന്നെ തസൗഫിന്റെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ സിർറേനോ അത് ഈ വ്യക്തിക്ക് തിരിയട്ടെ തിരിയാതിരിക്കട്ടെ അവിടെ ചെവിയിൽ അത് മന്ത്രിച്ചു. അത് ഇപ്പോഴെങ്കിൽ ഒരു സമയത്ത് അവർ മരണസമയത്താകട്ടെ, ഖബറിലാകട്ടെ, എവിടെയാകട്ടെ മശായിഖന്മാരിലൂടെ പകർന്ന ആ സിർറ് അവിടെ ഉള്ളിൽ തുറയപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ശൈഖുന പറയായിരുന്നു, എന്നെ കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ അറിയൂല. നിങ്ങളുടെ മുഖത്ത് കഫം കൂടെ വരുന്ന സമയത്ത് ശൈഖുനയുടെ പ്രയോഗമായിരുന്നു. നിങ്ങൾ മരണസമയത്ത് അള്ളാഹുവിന് മുമ്പിലേക്ക് ഹാജരാകുന്ന ആ സമയത്ത് അപ്പോഴേ ഈ നിയമത്തിന്റെ കനം നിങ്ങൾക്ക് മനസ്സിലാവും. ആ നിലക്ക് അപ്പോഴെങ്കിലും തുറക്കപ്പെടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ മശായിഖന്മാർ നമുക്ക് പകർന്നു തരികയാണ്. അങ്ങനെ ആ സിർറ് നമ്മുടെ ഉള്ളിലേക്ക് പ്രവഹിപ്പിച്ചതിന് ശേഷം അവര് ദിക്ർ തൽഖീൻ ചെയ്യും. അൻഫാസിന്റെ ദിക്ർ എന്ന് നമ്മൾ പറയുന്നത് ഈ അല്ലാഹു അല്ലാഹ് എന്നുള്ള ദിക്ർ ഒരു സമയവും മുടങ്ങാതെ ദാഹിമായ നിലക്ക് നടത്തുന്നവരാക്കി മാറ്റുക എന്നുള്ളൊരു പ്രവൃത്തിയാണ് ഏറ്റവും ഒന്നാമതായി ശൈഖുന ഈ ആളുകളിൽ ചെയ്യുന്നത്. ദീനിലേക്ക് വരുന്ന ഒരാള് അള്ളാഹുമായി അടുക്കണം, അള്ളാഹുവിനെ അറിയണം, അള്ളാഹുവിന്റെ സ്നേഹം ഉണ്ടാകണം.
അതിന് ഏതൊരുത്തനെ അറിയാൻ ഉദ്ദേശിക്കുന്നു, ഏതൊരുത്തനെ സ്നേഹിക്കാൻ ഉദ്ദേശിക്കുന്നു, ഒന്നും അറിയില്ലെങ്കിലും അവന്റെ നാമമെങ്കിലും അത് വായ കൊണ്ട് പറഞ്ഞാൽ എപ്പോഴും പറയാൻ കഴിയൂല. അത് ഇവരുടെ ശ്വാസത്തെ തന്നെ അള്ളാഹുവിന്റെ ദിക്റാക്കി മാറ്റിക്കൊടുക്കാം. ഒരു പക്ഷേ ഇങ്ങനത്തെ ഒരു കാര്യം കേരളത്തിൽ നേരത്തെ ഉണ്ടായേക്കാം. അതിന്റെ സംഭവങ്ങളും ഉദാഹരണങ്ങളൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെ ഉണ്ട്. പക്ഷെ ഏതൊരു രീതിയിൽ നൂറുൽ മശായിഖ് നടപ്പിലാക്കി കൊടുത്തോ അങ്ങനെ ഒരു ചരിത്രം നേരത്തെ നേടിയവർ നമ്മൾക്കാർക്കും കാണാൻ കഴിയും. നിരന്തരമായി അള്ളാഹുവിന്റെ ദിക്ർ ഇത് പറയുമ്പോൾ അനുകരിക്കുന്ന ആളുകൾ ഇല്ലാത്ത ഒരു സമയത്ത് ഈ ശ്വാസങ്ങളിൽ മുറിയാതെ ദാഹിമായ ദിക്ർ, തരീഖത്തിന്റെ ഉദ്ദേശം തന്നെ ശൈഖുന ഏതൊരാൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. നിരന്തരമായി ഹക്കിന്റെ ദിക്ർ നമ്മുടെ ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുക. ദുനിയാവിന്റെ മാസികളുടെ ദിക്ർ നിരന്തരമായി നടക്കുന്നവരാണ് നമ്മൾ. നിരന്തരമായി മാസികളുടെ ദിക്ർ നടക്കുന്ന താലിബുദ്ദുനിയകളാണ്. ഈ താലിബുദ്ദുനിയയുടെ പട്ടികയിൽ നിന്ന് അല്പാൽപമായി നമ്മളെ മാറ്റി ഈ ദുനിയാവിന്റെ ദിക്ർ ഉള്ളിൽ നിന്ന് ഒഴിവാക്കി അല്ലാഹു അല്ലാഹ് എന്ന ദിക്റിന്റെ വക്താക്കളാക്കി താലിബുൽ മൗലയാക്കി മാറ്റാനുള്ള ആദ്യ പടിയാണ് ശൈഖുന പറയുകയല്ല, ചെവിയിൽ മന്ത്രിച്ച് പരിശീലിപ്പിച്ച് നിരന്തരം അതിലായി തന്നെ നിലനിർത്തി അങ്ങനത്തെ ഒരു മാറ്റം ഈ സിൽസിലയുടെ അഹിലാക്കി ഉണ്ടാക്കി. ഒരു സമയത്തേക്ക് മുറിയാതെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ആദ്യ പടിയാണ് അവർ തുറന്നു കൊടുത്തത്. അത്രയും പറഞ്ഞവർ ആ കാര്യം അവസാനിപ്പിക്കുന്നില്ല. ഈ അള്ളാഹുവിന്റെ ദിക്ർ ചെയ്യുക എന്നുള്ളതിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്താണ്? നീ അള്ളാഹുവിനെ അറിയുന്നവനും സ്നേഹിക്കുന്നവനും എത്തിക്കുന്നവനും പ്രാപിക്കുന്നവനുമാകണം. ശൈഖുനായുടെ ഇസ്തിലാഹിൽ യാഫ്തഹക്കിലേക്ക് നീ എത്തണം. ഒരു ശൈഖിന്റെ കൈ പിടിക്കുന്നതിന്റെ ഉദ്ദേശം അള്ളാഹുവിനെ എത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ എത്തിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യ ജീവിത ലക്ഷ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമുക്ക് ആമുഖമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശം ഇബാദത്ത് ഹക്ക്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം ശനാഫത്ത് ഹക്ക്, ശൈഖുനയുടെ അതേ ഭാഷയിൽ നമ്മൾ പറയാം, അള്ളാഹുവിനെ നിങ്ങൾ അറിയുക. അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തന്നെ നമ്മൾക്ക് ആർക്കെങ്കിലും പറഞ്ഞു തന്നതായി മറ്റൊരാളെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും. നമ്മളെ മുൻഗാമികളായ ആരെങ്കിലും പറഞ്ഞു തന്നതായിട്ട് കാണിച്ചു തരാൻ പറ്റും. അതങ്ങനെ പറയുകയല്ല, അത് നടപ്പിലാക്കി ലക്ഷ്യസഹിതം മനസ്സിലാക്കി ജീവിതത്തിൽ ഹാലും ശുഗലുമാക്കി കൊടുക്കുകയാണ് ശൈഖുന ചെയ്തത്. ഇബാദത്ത് ഹക്ക്. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ തന്നെ എന്തിനാണ് പറയാ എന്ന് ഇന്ന് വരെ തീരുമാനമാക്കാൻ കഴിയാത്ത ഒരു ജനസമൂഹത്തിന്റെ മധ്യേ ഇബാദത്ത് ഹക്കാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ഇബാദത്ത് എന്താണ്, അതിന്റെ വകുപ്പുകൾ ഏതാണ്? ആ ഇബാദത്തിലേക്ക് ഒരാൾ എത്തണമെങ്കിൽ അയാൾ ഒരു ശൈഖിൽ നിന്ന് നേടേണ്ടത് എന്താണ്? ഇർഫാന ഹക്ക്. ആ ഹക്കിന്റെ ഇർഫാൻ അത് അല്പസമയം മാത്രം ഒരാളോട് നിലനിൽക്കേണ്ട ഒന്നല്ല, ഭാഗികമായി മുഖയ്യതായി നിർവഹിക്കേണ്ട ഒന്നല്ല, ശാശ്വതമായി ഒരു നിമിഷത്തേക്ക് പോലും താൻ ആരാണ്, അല്ലാഹു ആര്, തന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായ ഈ മാരിഫത്ത് ഉള്ളിൽ നിന്ന് മാറിക്കൊണ്ടുള്ള അവസ്ഥ ഒരു മുസ്ലിമിന് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് അവന്റെ ദീനിൽ നിന്ന് തന്നെ അവനെ വ്യതിചലിപ്പിച്ചു കളയുമെന്ന നിലക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള നിരന്തരമായ ഇർഫാൻ നിസ്കരിക്കുമ്പോൾ എന്നല്ല, നിസ്കരിക്കുമ്പോൾ ഏതൊരു ഹുദൂറുൽ ഖൽബും ഏതൊരു ഖുശൂഉം അള്ളാഹുവിന്റെ സാന്നിധ്യവും അനുഭവിക്കുന്നു. ആ സാന്നിധ്യം നിസ്കാരത്തിന് മുമ്പുള്ള ബാക്കിയുള്ള മുഴുവൻ സമയത്തും അത് അതുപോലെ നിലനിർത്തുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്ന ആളുകൾ. അതല്ലാതെ നിസ്കരിക്കാൻ കൈകെട്ടുമ്പോൾ മാത്രം കടന്നു വരുന്ന ഒന്നല്ല അള്ളാഹുവിന്റെ ഇർഫാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഇതൊക്കെ മശായിഖന്മാര് വളരെ വിശദമായ നിലക്ക് നമുക്ക് പഠിപ്പിച്ചു തരികയും
നമ്മിൽ നടപ്പിലാക്കുകയും അത് നമ്മിൽ നിലനിർത്താൻ ശൈഖുന ഖാൻഖാഹുകൾ ഉണ്ടാക്കി, ഹൽഖകൾ സ്ഥാപിച്ചു. ഹൈദരാബാദിൽ സ്വന്തം ചെലവിൽ ഒരു മർക്കസ് നമുക്കുണ്ടാക്കി തന്നു. 40 ദിവസം നിരന്തരമായി അവിടെ വന്ന് ഭാര്യ മക്കളോടൊപ്പം താമസിച്ച് ഈ ബാഹ്യവും ആന്തരികവുമായ ശുദ്ധി നേടി അള്ളാഹുവിന്റെ ഈ നൂറ് തന്റെ ഉള്ളിലേക്ക് ഇറക്കാൻ മതിയായ എല്ലാവിധ അവസ്ഥകളും നമുക്കുണ്ടാക്കി തന്നു. ആ പഠന പദ്ധതി തന്നെ വളരെ വ്യവസ്ഥാപിതമായി ആദ്യം ബാബുൽ അഖായിദ്, പിന്നെ ബാബു ദഖായിഖ്, ബാബുൽ ഹഖായിഖ്, ബാബുൽ മആരിഫ്, ബാബു തൗഹീദ്, നുകാത്ത മആരിഫ്, ഇങ്ങനെ തുടങ്ങി ഓരോ ബാബുകളും വർഷങ്ങൾ പഠിച്ച് പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ ലളിതമായി ഏത് സാധാരണക്കാരനും അള്ളാഹുവിനെ സൃഷ്ടിയാക്കാതെ, സൃഷ്ടിയെ അള്ളാഹു ആക്കാതെ, ഉലൂഹോ ഇത്തിഹാദോ ഇൽഹാദോ കൂടാതെ സൃഷ്ടിയെ സൃഷ്ടിയാക്കി, അബ്ദിനെ അബ്ദാക്കി അള്ളാഹുവിന്റെ മഹത്വം അള്ളാഹുവിന് നിലനിർത്തിപ്പോരുന്ന ഒരവസ്ഥ ഇത് പഠിപ്പിക്കുകയല്ല, ബോധ്യപ്പെടുത്തി ജീവിതത്തിൽ അതുപോലെ നടത്തിപ്പോരുന്ന അനേകങ്ങളെയാണ് ബഹുമാനപ്പെട്ട നൂറുൽ മശായിഖ് വാർത്തെടുത്തത്. നമ്മളൊക്കെ അവസാന കാര്യം പറയാണ്, നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് ചൊല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. പക്ഷേ നബിയെ അങ്ങയുടെ മേൽ ആ റസൂലുള്ളാഹിനെ നേരെ ഖിതാബ് ചെയ്തുകൊണ്ട്, അറബിയിൽ ആരെയാണ് ഖിതാബ് ചെയ്യുക? ജീവിക്കുന്നവരെയോ അല്ലാത്തവരെയോ, മുമ്പിലുള്ളവരെയോ അല്ല ഗായിബിനെയോ, ഇതൊക്കെ പരിചയമുള്ളവരാണ്. ആ റസൂലുള്ളാഹിനെ അസ്സലാമു അലൈക അയ്യുഹൻ നബി അതൊരു വാക്കല്ല, അതിന്റെ ഫഹ്മ് എന്താണ്, അതിന്റെ മിസ്താഖ് എന്താണ്, അതിന്റെ ഹാലെന്ത്, അതിന്റെ ശുഗലെന്ത്, അങ്ങനെ അറിഞ്ഞുകൊണ്ട് ദർശിച്ചുകൊണ്ട് നിസ്കാരത്തിൽ റസൂലുള്ളാഹിക്ക് സലാം പറയിപ്പിക്കുന്ന ഹാജരായ റസൂലുള്ളാഹിക്ക്, തന്നോടൊപ്പമുള്ള റസൂലുള്ളാഹിക്ക്, തന്നിലുള്ള റസൂലുള്ളാഹിക്ക് ദിവസത്തിൽ അനേകം പ്രാവശ്യം സലാം ചൊല്ലി കടന്നു ചെല്ലുന്ന ഈ മുഅ്മിനായ ഈ അബ്ദ് ഖബറിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ റസൂലുള്ള മുന്നിൽ ഹാജരാകുമ്പോൾ അസ്സലാമു അലൈക എന്ന് പറയാൻ സൗഭാഗ്യം ലഭിക്കുന്ന വിധത്തിലുള്ള ഉന്നതമായ ഒരു പഠന പദ്ധതി, ഒരു സംസ്കരണം, ആ നിലക്കുള്ള ഒരു പരിശീലനമാണ്. സാധുക്കളായ നമ്മളൊന്നും അതിന് അർഹരായിരുന്നില്ല. നമ്മളെപ്പോലത്തെവർക്കും അനേകായിരം ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ടവരോട് നൽകിയത്. ഇങ്ങനത്തെ ഒരു നൂരിശാസ്ത്രങ്ങളെ കുറിച്ച് ഇന്ന് കേരളത്തിലുള്ള പൊതുവെ ആളുകൾക്ക് പലർക്കും അറിഞ്ഞുകൂടാ. ഇതിൽ നിന്ന് അല്പമെങ്കിലും നമ്മൾക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട കക്കാട് ഫൈസി മഹാനവറുകൾ പറഞ്ഞതുപോലെ ഇത് ഈ ലോകത്തുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുക. നമ്മുടെ ശൈഖുനായുടെ ദൗത്യം ഏതായിരുന്നോ അവർ നിർവഹിച്ച ആ പ്രവർത്തനത്തെ ഏറ്റെടുത്തുകൊണ്ട് അതിൽ അംഗമാവുക എന്നത് നമ്മളെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മളത് വിസ്മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സമുദായത്തോട് എന്നല്ല നമ്മുടെ ശൈഖിനോട്, റസൂലുള്ളാഹിനോട്, അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടായിരിക്കും. അള്ളാഹു തആല നന്ദികേട് ചെയ്യുന്ന ആളുകൾ ഒഴിവാക്കി അവരുടെ യഥാർത്ഥ ശാക്കിരീയങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുനാക്ക് ഉന്നതമായ ദർജകൾ അള്ളാഹു തആല പ്രദാനിക്കട്ടെ. ബഹുമാനപ്പെട്ട ഖുതുബുൽ മശായിഖ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മർക്കദിനെ അള്ളാഹു തആല പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ. നമുക്ക് നേതൃത്വം നൽകുന്ന ശംസുൽ മശായിഖ് നൂരി ഷാസാനി മദദുൽ ബഹുമാനപ്പെട്ടവർക്ക് ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. ദീർഘകാലം നമുക്കും നമ്മുടെ സന്താന പരമ്പരകൾക്കും തർബിയത്ത് നൽകുന്ന അവസ്ഥ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം അള്ളാഹു തആല അവർക്ക് നൽകട്ടെ. ഖിയാമത്ത് നാൾ വരെ ഈ സിൽസില ഇതിനേക്കാൾ ഉന്നതമായ നിലക്ക് ലോകത്ത് എത്തിച്ചു കൊടുക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്ന രംഗത്ത് സാധുക്കളായ നമ്മുടെ കസ്ബ് അധ്വാനം നിലനിർത്താൻ അള്ളാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.